الحمد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ചരിത്ര പഠനം നമ്മുടെ വലിയ ഒരു ബാധ്യതയാണെന്ന്, അതുകൊണ്ട് ഒരുപാട് ഉപകാരവും നേട്ടവും നമുക്കുണ്ടാകുമെന്ന് അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ ഖസസിഹിം ഇബ്റ, നിങ്ങൾക്ക് ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ലി ഉലിൽ അൽബാബ്, കേട്ടുപോകുന്നവർക്കല്ല, ആലോചിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക്. കാരണം മാക്കാന ഹദീസൻ യുഫ്തറ, അതൊന്നും കെട്ടിയുണ്ടാക്കപ്പെടുന്ന കഥകളല്ല. ആരുടെയെങ്കിലും ഭാവനയിൽ തെളിഞ്ഞ ഏതെങ്കിലും നോവലിസ്റ്റുകൾ തയ്യാറാക്കിയ അവരുടെ ജൽപ്പനങ്ങളൊന്നുമല്ല. വലാക്കിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥമായ ഇഞ്ചീലിലും തൗറാത്തിലെല്ലാം പരാമർശിക്കപ്പെട്ടതും നിങ്ങൾക്ക് തൊട്ട് മുമ്പ് നടന്നതും അതിൽ പിൽക്കാലത്ത് ആളുകൾ കൂട്ടിച്ചേർത്തത്, അതുപോലെ മാറ്റം വരുത്തിയത്, അതെല്ലാം ഒഴിവാക്കിയും ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കഥകളാണിതൊക്കെ. വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ, ഇത് സന്മാർഗമാണ്, കാരുണ്യമാണ്. മുഅ്മിനീങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉപകാരം ലഭിക്കാനുണ്ടെന്ന് സൂറ യൂസുഫിൽ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലിയരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സമുദായത്തിന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് ആ കഥയിലെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മിസ്റിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം പോകേണ്ടി വന്നത് തന്നെ ഒരു കിബുത്തിയും ഇസ്രായേല്യരും തമ്മിലുള്ള തർക്കവും, ഇസ്രായേല്യരുടെ പക്ഷത്ത് മൂസാ നബി അലൈഹിസ്സലാം നിൽക്കുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണാൻ കഴിയും. തൻ്റെ ജനങ്ങളോടുള്ള ഒരു ആഭിമുഖ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൽ, അതുപോലെ പ്രസംഗങ്ങളിലും നിലപാടുകളിലുമെല്ലാം മനുഷ്യർക്കാകമാനമുള്ള നബിയാണ് എന്ന് വരുത്തി തീർക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള യഥാർത്ഥ നിലപാടുകളും നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ
അല്ലെങ്കിൽ അറബിക്ക് അനറബിയേക്കാളോ മറിച്ചോ യാതൊരുവിധ ശ്രേഷ്ഠതയുമില്ല, എല്ലാവരും ആദമിന്റെ മക്കൾ എന്ന ഒരു തത്വത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ വഴി, അതുപോലെ ഖുർആനിലുള്ള മനുഷ്യരെ എന്ന വിളി അഭിസംബോധനം വഴി ഒക്കെ നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഏതായാലും ഫറോവയുടെ കൊട്ടാരത്തിൽ കാര്യമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിൽ വരുന്നത് മൂസക്ക് വധശിക്ഷ നടപ്പാക്കണം എന്നത് തന്നെയാണ്. മൂസയാണ് കൊലയാളി എന്ന് അംഗീകരിക്കുകയും അതിന്റെ ശിക്ഷ നടപ്പാക്കാനായി പ്രമുഖരായ ആളുകളെല്ലാവരും ഇരുന്നിട്ട് അവിടെ നിന്ന് ചർച്ച ചെയ്ത് പാസാക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ ഫറോവയുടെ കിബിത്തി വംശജരിൽപ്പെട്ട ഒരാൾ മൂസ അലൈഹിസ്സലാമിനോട് വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ഉടനെ ഇറങ്ങി വന്ന് മൂസയോട് കാര്യം പറയാം. അള്ളാഹു പറയുന്നു, മദീന, ആ പട്ടണത്തിന്റെ അങ്ങേ തലക്ക് നിന്ന് ഒരാൾ ഓടി വന്നു. കാല, എന്നിട്ട് പറഞ്ഞു, യാ മൂസ ഇന്നൽ മലഅ യഖ്തമിറൂന ബിക ലിയഖ്തുലൂക, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രമുഖന്മാരായ ആളുകളൊക്കെ അവിടെ വെച്ച് ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫഖ്റുജ്, നീ നാട്ടിൽ നിന്ന് സ്ഥലം വിടണം. ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാനൊരു ഗുണകാംക്ഷിയായത് കൊണ്ട് പറയുന്നതാണ്. എവിടത്തേക്കെങ്കിലും പോകണമെങ്കിൽ പലതും കൊണ്ടുപോകണം കൂടെ യാത്രയിൽ. അതൊന്നും എടുക്കാനുള്ള സമയമില്ല. അല്ല, എവിടെയാ പോകേണ്ടത്? കൊട്ടാരത്ത് പോയി എടുക്കാനോ? ഒന്നുമില്ല. മൂസ അലൈഹിസ്സലാം ഓടി. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, വളരെ കരുതലോടെയും ഭയത്തോടെയും മൂസാ നബി അലൈഹിസ്സലാം മിസ്റിൽ നിന്ന് ഓടുകയാണ്. എങ്ങോട്ട്? ഒരു പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് എനിക്ക് എത്തിച്ചേരാം എന്ന ഉദ്ദേശവും ഇല്ല. പിന്നെയോ ഇവിടുന്ന് രക്ഷപ്പെടണം. പക്ഷേ അള്ളാഹുവിനൊരു പ്രതീക്ഷ. കാല, ആ ഓട്ടത്തിൽ മൂസ അലൈഹിസ്സലാം പറയാണ്, റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നാഥ എന്നെ രക്ഷിച്ചോളണേ. മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, ഒരു കയ്യബദ്ധം സംഭവിച്ചു പോയതാണ്. അതിന് പാശ്ചാത്താപവുമുണ്ട്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണ്, എനിക്ക് നീ നല്ല വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഓടിയ രംഗം വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ്. പക്ഷേ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ തിരിച്ചുവിട്ടത് കഥയുടെ, അതല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രത്തിലെ ഒരു പ്രത്യേക നാഴികക്കല്ല് രൂപപ്പെടുന്ന ഒരു പ്രദേശത്തേക്കാണ്, അഥവാ മദിയൻ ഭാഗത്തേക്കാണ്, ഷാമിന്റെ ഭാഗത്തേക്കാണ്. 8 ദിവസം വേണം അങ്ങോട്ട് സഞ്ചരിച്ചെത്താൻ. ഭക്ഷണമില്ല, ഇടക്കിടക്ക് ക്ഷീണം വരും, എവിടെയെങ്കിലും തളർന്നിരിക്കും, പച്ചിലകൾ തിന്നും, എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വെള്ളം കുടിക്കും. അങ്ങനെ പ്രകൃതിയിലൂടെ വിജനമായ സ്ഥലത്തൂടെ ഇങ്ങനെ ഓടിപ്പോവുകയാണ് മൂസ അലൈഹിസ്സലാം. ആ രംഗം നമ്മൾ ആലോചിക്കണം. എപ്പോഴും ഭയമാണ്. ഫിർഔനിന്റെ ഭരണപ്രദേശം കഴിഞ്ഞോ ഇല്ലേ, എന്നെ അന്വേഷിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ടോ ഇല്ലേ, ഭയപ്പാടോടുകൂടെ കരുതലോടുകൂടെ വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയൻ ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ അസ്സബീൽ, മദിയനിന്റെ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മൂസ അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ അസ്സബീൽ, ഒരു ശരിയായ വഴിയിൽ എനിക്ക് ജീവിക്കാൻ ഉതകുന്ന സുരക്ഷിതത്വമുള്ള ഒരു മാർഗത്തിൽ അള്ളാഹു എന്നെ ആക്കി തന്നേക്കാം, ഞാൻ ആ പ്രതീക്ഷയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാം ഓടുകയാണ്. ഓടി ഓടി കാലിന്റെ ചെരുപ്പ് ബാററ്റ് പോയി, അത് തഴഞ്ഞ് തീർന്നു പോയി. കാരണം കല്ലിലും മുള്ളിലുമുള്ള സുദീർഘമായ യാത്രയാണ്. ഓടി ഓടി എത്തിയത് വലമ്മാ വറദ മാഅ മദിയൻ, മദിയൻ പ്രദേശത്തുള്ള ഒരു ജലാശയത്തിന്റെ അടുത്താണ് മൂസാ നബി അലൈഹിസ്സലാം എത്തുന്നത്. വജദ അലൈഹി ഉമ്മത്തൻ മിനൻ നാസി യസ്ഖൂൻ, അല്ലാഹു തന്നെ പറഞ്ഞു തരുന്നു, അവിടെ കുറെ ആളുകൾ ആടിന് വെള്ളം കൊടുക്കുന്നതാണ്
മൂസാ നബി അലൈഹിസ്സലാം കാണുന്നത് മദിയൻ പ്രദേശത്തുള്ള ഒരു ജലാശയം. പക്ഷേ ഇത് മദിയനാണ്, ഫിർഔനിന്റെ രാജ്യം വിട്ടിട്ടുണ്ട്, ഇതൊന്നും മൂസാ അലൈഹിസ്സലാമിന് അറിയില്ല. അദ്ദേഹം അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്, അവര് വെള്ളം കൊടുക്കുന്ന രംഗം. അപ്പോൾ മൂസാ അലൈഹിസ്സലാമിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ, രണ്ട് സ്ത്രീകൾ അവരിൽ നിന്ന് അല്പം മാറിയിട്ട് മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്. തദൂദാൻ, ആ രണ്ട് സ്ത്രീകളും അവരുടെ ആടുകൾ മറ്റുള്ളവരുടെ ആടുകളുടെ കൂട്ടത്തിൽ പോയി വെള്ളം കുടിക്കാതിരിക്കാൻ അവയെ തടഞ്ഞു വെക്കുകയാണ്. അവരുടെ ആടിനെ തടഞ്ഞു വെക്കുന്ന ഒരു രംഗം. മൂസാ നബി അലൈഹിസ്സലാം ചിന്തിച്ചു, എന്താണ് ഈ നടക്കുന്നത്? രണ്ട് സ്ത്രീകൾക്ക് ഇവിടെ വെള്ളം കൊടുക്കാനുള്ള സൗകര്യമില്ല, ആരും അവരെ പരിഗണിക്കുന്നില്ല. ഒരപരിചിതനായ ഞാനിവിടെ വന്നിട്ട് ഈ നാട്ടുകാർ ഒന്നും തന്നെ എന്റെ കാര്യം അന്വേഷിക്കുന്നില്ല. യാതൊരുവിധ ഗുണകാംക്ഷയുമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റവും കാര്യവുമാണല്ലോ ഇവിടെ നടക്കുന്നത്. അവിടെയും മൂസാ അലൈഹിസ്സലാമിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഗുണകാംക്ഷയും ആ പൊതുപ്രവർത്തനത്തിനുള്ള മാനസികാവസ്ഥയും ഉത്തേജിക്കുകയാണ്. താൻ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും ഈ അനുഭവം കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ ആ പെൺകുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളെന്താ ഇവിടെ മാറി നിൽക്കുന്നത്? മൂസാ അലൈഹിസ്സലാമിന്റെ ചോദ്യം. അപ്പോൾ ആ പെൺകുട്ടികൾ മൂസാ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഈ ഇടയന്മാരൊക്കെ വെള്ളം കൊടുത്തിട്ട് പിരിഞ്ഞു പോയതിന്റെ ശേഷം മാത്രമേ ഞങ്ങൾ വെള്ളം കൊടുക്കാറുള്ളൂ. ഞങ്ങളുടെ കൂടെ വരാൻ ആണുങ്ങളില്ല. ഞങ്ങളുടെ പിതാവാകട്ടെ വലിയ വാർദ്ധക്യത്തിലാണ്, അദ്ദേഹത്തിന് ഞങ്ങളോടൊപ്പം വരാൻ കഴിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ പോയി വെള്ളം കൊടുക്കാനും പറ്റില്ല. അതൊക്കെ ഉപ്പ ഞങ്ങളോട് വിലക്കിയ കാര്യമാണ്, ഞങ്ങൾ മാറി നിൽക്കുകയാണ് എന്ന്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഈ ചോദ്യം സ്ത്രീകളോട് ചോദിക്കുന്നത്, അവരെല്ലാം ഏതാണ്ട് വെള്ളം കൊടുത്ത് കഴിഞ്ഞ് പോവുകയാണ്. പോകുന്ന സമയത്ത് ഈ സ്ത്രീകളെ പരിഗണിച്ചില്ല എന്ന് തന്നെയല്ല, അവർ സാധാരണ അവരുടെ ആ ജലാശയത്തിന് ഒരു വലിയ കല്ലിന്റെ അടപ്പ് ഇടാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 10 ആളുകൾ പിടിക്കണം ആ കല്ലൊന്ന് നീങ്ങാൻ. പറയുന്നത് ഉമർ പറയുന്ന 10 ആളുകളാണ്. അത്രയും വലിയ കല്ല് നീക്കിയിട്ട് അതും അടച്ചിട്ട് അവര് പോവുക. പിന്നെ ഈ സ്ത്രീകളോ, അവര് കൊടുത്ത പാത്രത്തിൽ വല്ല മിച്ചവും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിലത്തവിടെയും ഇവിടെയും വല്ല മിച്ചവും ഉണ്ടെങ്കിൽ അതൊക്കെ ആടുകളെ കൊണ്ട് കുടിപ്പിച്ച് പോകുന്ന ഒരു പതിവാണുള്ളത്. മൂസാ അലൈഹിസ്സലാമിന് വല്ലാതെ മനസ്സലിഞ്ഞു. അദ്ദേഹം ചെന്ന് ഈ കല്ല് ഒറ്റക്ക് നീക്കിയിട്ട് ഒരു വലിയ തൊട്ടിയുണ്ട്, അവർ വെള്ളം കോരാറുള്ള ആ തൊട്ടിയിൽ കോരാൻ തന്നെ ഒരുപാട് ആളുകൾ ചേർന്ന് നിന്ന് വലിക്കണം. സ്വന്തം അതിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരിക്കൊടുത്തു. അവരുടെ ആടുകൾക്ക് മുഴുവൻ കുടിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. അല്ലാഹു തആല ഒരവസരം ഉണ്ടാക്കിയതാണിത്. ഈ പെൺകുട്ടികൾ മൂസാ അലൈഹിസ്സലാമിന്റെ കഴിവിൽ ആകൃഷ്ടരാവുകയാണ്. ഇത്രയും ആരോഗ്യമുള്ള ഒരു പുരുഷനോ? കാരണം മൂസാ അലൈഹിസ്സലാമിന് സംരക്ഷണം ആവശ്യമുണ്ട്, ഭക്ഷണം ആവശ്യമുണ്ട്, താമസം ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരു അപരിചിതനായ വ്യക്തി വേറൊരു നാട്ടിൽ പോയി നിന്ന് കാലങ്ങളോളമുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന സംഗതികളാണ്. ഇവിടെ അതിനൊന്നും സമയമില്ല, വളരെ പെട്ടെന്ന് നടക്കണമെല്ലാം. അതിന് അല്ലാഹു തആല തന്നെ ആസൂത്രണം ചെയ്ത സംഭവമായത് കൊണ്ട് വളരെ വ്യക്തമായി ഈ സംഭവം ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. ഏതാണ് ഈ പെൺകുട്ടികൾ? ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് പരസ്യമായി സാധാരണഗതിയിൽ പ്രചാരത്തിലുള്ള അഭിപ്രായം അവർ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ് എന്നതാണ്. എന്നാൽ ശുഐബ് നബി അലൈഹിസ്സലാം ജീവിച്ച കാലഘട്ടം പരിശോധിച്ച് നോക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും
മൂസ അലൈഹിസ്സലാമിന്റെയും കാലഘട്ടത്തിന്റെ ഇടയിലാണ് ശുഐബ് നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചതും. ഐക്യ നാട്ടുകാരി അഥവാ ശുഐബ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തിരുന്ന ആളുകൾ ധിക്കാരത്തിലായപ്പോ അല്ലാഹു തആല നശിപ്പിക്കുകയൊക്കെ ചെയ്തത് മൂസ അലൈഹിസ്സലാമിന്റെ വരവിന്റെ മുമ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ശുഐബ് വേറെ ഏതോ ഒരു നല്ല ശുഐബ് ആകാനുള്ള സാധ്യതയുണ്ടെന്നും, അതല്ല, ആ ശുഐബ് നബിയായ ശുഐബ് അദ്ദേഹത്തിന്റെ സമുദായം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരുപാട് കാലം ജീവിച്ചതാകാമെന്നും പണ്ഡിതന്മാർക്ക്, ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. ഏതായാലും നല്ല രീതിയിൽ വളർത്തിയ പെൺകുട്ടികളാണിത് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അവർക്ക് വളരെ അച്ചടക്കവും അവരുടെ ജീവിതത്തിൽ കാണാവുന്നത് നമുക്ക് ഈ ചരിത്രത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹു പറയുന്നു, ഫസഖാലഹുമ, ആ രണ്ട് പെൺകുട്ടികൾക്കും മൂസാ നബി അലൈഹിസ്സലാം വെള്ളം കൊടുത്തു. സുമ്മ തവല്ലാ ഇലൽ ഫഖാൽ, എന്നിട്ടൊരു തണലിലേക്ക് മാറി നിന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ, നീ എനിക്ക് നൽകുന്ന ഏതേത് ഖൈറുകളുണ്ടോ അതെല്ലാം ആവശ്യമുള്ള ഒരു സമയമാണിത്, എനിക്കത് ആവശ്യമുണ്ട്. വസ്ത്രം വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, താമസിക്കാനുള്ള സൗകര്യം വേണം, ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് എന്തെല്ലാം ഖൈറുകൾ വേണോ അതെല്ലാം എനിക്ക് വേണ്ട സമയമാണ് എന്ന് അള്ളാഹുവിനോട് പറയുന്ന അള്ളാഹുവിന്റെ ആ ഇഷ്ടദാസന്റെ ആ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കണം. ദേവാപ്രവർത്തന രംഗത്ത് അമ്പിയാക്കൾ സഹിച്ച ത്യാഗങ്ങൾ, അവരുടെ ഹിജ്റകൾ, അവരുടെ യാത്രകൾ, ഇതെല്ലാമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നാട്ടുകാരിൽ ഒരു പ്രതീക്ഷയും അർപ്പിക്കേണ്ടതില്ല. അപരിചിതനായ എന്നോട് ഒന്നും അവർ അന്വേഷിച്ചിട്ടില്ല. മൂസയുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള വിഷയമാണ്. തന്നെയുമല്ല, ഒരു വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഒരാളുടെ രണ്ട് പെൺകുട്ടികൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വന്നിട്ട് അതുപോലും പരിഗണിക്കാത്ത ഒരു നാട്ടിൽ നിന്ന് ഞാനെന്ത് പ്രതീക്ഷിക്കാനാ? അല്ലാഹുവേ, നിന്റെ വലിയ അപാരമായ ഖൈറ് അതെനിക്ക് വേണേ എന്ന് അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പ്രാർത്ഥനയും ഈ പെൺകുട്ടികള് കേൾക്കുന്നുണ്ട്. അവർ തിരിച്ചു പോവുകയാണ്. സാധാരണ പോകാറുള്ളതിനും കുറച്ച് നേരത്തെ അവര് വീട്ടിലെത്തി. കാര്യങ്ങളൊക്കെ പിതാവിനോട് പറഞ്ഞു. അപ്പോ പിതാവിന് കൂലി കൊടുത്തയക്കാൻ പറ്റും മൂസ ചെയ്ത പ്രവർത്തനത്തിന്റെ. പക്ഷെ പിതാവ് പറഞ്ഞു, അല്ല, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഇവിടെ കൂട്ടിക്കൊണ്ടുപോവാ. പറഞ്ഞയച്ചത് ഒരു പെൺകുട്ടിയെയാണ്. അള്ളാഹു പറയുന്നു, ഫജാഅത്ത് ഇഹ്ദാഹുമാ, പ്രത്യേകിച്ച് പറയാ അള്ളാഹു. ആദ്യം രണ്ട് പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞ ഖുർആൻ പറയുന്നു, ഒരു പെൺകുട്ടി വന്നു മൂസായുടെ അടുത്തേക്ക്. തംശി അലസ്തിഹ്യാഇൻ, ലജ്ജയോടുകൂടി നാണത്തോടുകൂടിയാണ് നടക്കുന്നത്. വല്ല മര്യാദകേടുമായി പോകുമോ? ഒരു മാന്യനായ ആളുടെ അടുത്ത് പോയിട്ട് എങ്ങനെ സംസാരിക്കും? അത് തന്നെയല്ല, ഒരു അന്യ പുരുഷനോട് സംസാരിച്ച് ശീലമില്ല. സഹജമായി സ്ത്രീകൾക്കുണ്ടാകുന്ന, നല്ല രൂപത്തിൽ വളർത്തിയ പെൺകുട്ടികൾക്കുണ്ടാകുന്ന തികഞ്ഞ നാണത്തോടുകൂടി, ആ ബോഡി ലാംഗ്വേജോടുകൂടി, അത് നടത്തത്തിലും സംസാരത്തിലുമെല്ലാം പ്രകടമാകുന്ന വിധത്തിലാണ് വന്നതെന്ന് ഖുർആൻ പ്രത്യേകിച്ച് പറഞ്ഞു തരികയാണ്. എന്നിട്ട് വന്ന് പറയുന്നു, കാലത്ത് ഇന്ന അബീ യദ്ഉക, എൻ്റെ ഉപ്പ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സഹായിച്ചതിന്റെ കൂലി തരാൻ നിങ്ങളെ വാപ്പ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിനോടൊക്കെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കല്ലേ, എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഒന്ന് ക്ഷണിച്ചു കിട്ടിയാൽ എന്ന മാനസികാവസ്ഥയിലല്ലേ മൂസാ നബി അലൈഹിസ്സലാം ഉടനെ എഴുന്നേറ്റു. ആ പെൺകുട്ടിയുടെ കൂടെ പോവുകയാണ്. പെൺകുട്ടി മുന്നിൽ ഓടുകയാണ്. നേരെ വീട്ടിലെത്താൻ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ്. മൂസ അലൈഹിസ്സലാം വിളിച്ചു പെൺകുട്ടിയെ. എന്നിട്ട് പറഞ്ഞു, എന്റെ പിന്നിൽ നടക്കൂ, വഴി തെറ്റിപ്പോകുന്ന സമയത്ത് നീ പറഞ്ഞു തന്നാ മതി. ചരിത്രത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഫലമ്മാ ജാഅഹു,
അങ്ങനെ ശുഐബിന്റെ അടുത്ത് മൂസ ചെന്നപ്പോ ഉണ്ടായ സംഭവങ്ങളെല്ലാം സവിസ്തരം അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതിനിടക്ക് മൂസായുടെ ആരോഗ്യനിലയും മൂസയുടെ നല്ല പെരുമാറ്റവും അവിടുത്തെ മാന്യമായ പെരുമാറലും എല്ലാം ഈ പെൺകുട്ടിക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. 10 ആളുകൾ പിടിച്ചാൽ പോരുന്ന കല്ല് ഒറ്റയടിക്ക് നീക്കി ആരോഗ്യ ദൃഢഗാത്രനായ മൂസയുടെ അടുത്ത് ഒരു നല്ല പെൺകുട്ടി ചെന്ന് സംസാരിച്ചിട്ട് ഒരപമര്യാദയായ പെരുമാറ്റവും മൂസയുടെ ഭാഗത്ത് നിന്നില്ല. തന്നെയുമല്ല, ഏറ്റവും നല്ല ആദബോടെയും മര്യാദയോടെയുമുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെയാണ്. എല്ലാ നിലക്കും മൂസയെ ഇഷ്ടപ്പെട്ടു പോയി. ഇനി കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല, അന്വേഷണത്തിന് വകുപ്പുമില്ല. എവിടെ പോയി അന്വേഷിക്കാനാണ് ആ മനുഷ്യനെ സംബന്ധിച്ച്? കാരണം നാട്ടുകാരനല്ല. എല്ലാ വിധത്തിലുള്ള ഏർപ്പാടുകളും അല്ലാഹു തആല തന്നെ ചെയ്യുകയാണ്. കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ശുഐബ് പറഞ്ഞു, ലാ തഖഫ്, ഇനി നീ പേടിക്കണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ആ അക്രമികളായ ആളുകളുടെ ഭരണപ്രദേശത്ത് നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു, നീ വേറൊരു രാജ്യത്ത് എത്തിയിരിക്കുകയാണ്, ഇനി ആരെയും നീ പേടിക്കണ്ട. ഇതങ്ങ് കേട്ടപ്പോ ഖാലത്തി ഇഹ്ദാഹുമാ, രണ്ടിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, യാ അബത്തി, ഉപ്പ, ഇസ്തഅ്ജിറുഹു, താങ്കൾ അദ്ദേഹത്തെ ഇവിടെ ജോലിക്ക് നിർത്തിക്കോ, താങ്കൾ ഇദ്ദേഹത്തെ ഇവിടെ ജോലിക്ക് നിർത്തണം. കാരണം ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, നിങ്ങൾ പല ജോലിക്കാരെയും നിർത്താറില്ലേ? ജോലിക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ജോലിക്കാരൻ, കഴിവുള്ളവൻ, ആരോഗ്യമുള്ളവൻ, അതോടൊപ്പം വിശ്വസ്തൻ. ഒരു തൊഴിലിന്റെ ഏറ്റവും വലിയ യോഗ്യത അതിനുള്ള കഴിവും ആരോഗ്യവും ഉണ്ടാവുക എന്നതും, 2 വിശ്വസ്തനാവുക എന്നതുമാണെങ്കിൽ അത് രണ്ടും പൂർണ്ണമായി ഈ മനുഷ്യനുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നാടില്ലല്ലോ, ഇവിടെ ജോലിക്ക് നിർത്താം എന്നാ പെൺകുട്ടി പറഞ്ഞപ്പോ വാപ്പാക്ക് കാര്യം പിടികിട്ടി. വാപ്പ പ്രഖ്യാപിക്കുകയാണ്, ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബിനതയ്യ ഹാതൈൻ, എന്റെ ഈ 2 പെൺകുട്ടികളിൽ ഒരുവളെ നിനക്ക് നിക്കാഹ് ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് മൂസ. അലാ അൻത ഉജുറനി സമാനിയ ഹിജജ്, മഹറായിട്ട് നീ എന്ത് തരണം? 8 കൊല്ലം എന്റെ ആടിനെ മേക്കുന്ന കൂലിപ്പണി എടുക്കണം. ഫഇൻ അത്മംത അശ്റം ഫമിൻ ഇൻദിക്, ഇനി നീ 10 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. ഒരു വിട്ടുവീഴ്ചയില്ല മഹറിന്റെ കാര്യത്തിൽ. സാധാരണഗതിയിൽ ഒരു കച്ചവടത്തിന് വിലയൊക്കെ പറയുമ്പോ പറഞ്ഞതിൽ കുറച്ച് പറയാനുള്ള സാധ്യതകൾ വെച്ചോണ്ടാ പറയാ. പക്ഷെ ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല, 8 കൊല്ലാണ്, അത് ഉറപ്പായിട്ടും വേണം. ഇനി നിങ്ങൾക്ക് തോന്നാണ് അത് പോരാ എന്നാ 10 കൊല്ലായിക്കോ, 7ആക്കുന്ന പരിപാടിയില്ല. അപ്പോ ഈ രൂപത്തിൽ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, താങ്കളെ പ്രയാസപ്പെടുത്തണം എന്നൊന്നും ഉദ്ദേശമില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ, താങ്കൾ എന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരുന്നാൽ താങ്കൾക്ക് മനസ്സിലാകും ഞാൻ താങ്കൾക്ക് ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സജ്ജനങ്ങളിൽപ്പെട്ട ഒരാളാണ് എന്ന് താങ്കൾക്ക് ബോധ്യപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂസയെ സമാശ്വസിപ്പിക്കുകയാണ്. വളരെ വ്യക്തമായി മഹറിന്റെ കാര്യത്തിൽ എന്തു നിലപാടാണ് എടുക്കേണ്ടത് എന്ന് കൂടി അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ സ്ത്രീധനം പറഞ്ഞുറപ്പിക്കാറുണ്ടായിരുന്നു. ആ സ്ത്രീധനമൊക്കെ നിന്നതിന് ശേഷം മഹറിന്റെ കാര്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് സമുദായം ഉയർന്നിട്ടൊന്നുമില്ല. മഹർ അപ്പയാതിരിയ കല്യാണം നടക്കാൻ പോകുന്ന സമയത്താണ് മഹർ പറയുകയും ഇത്രയാണ് എന്ന് പെൺകുട്ടിക്ക് വരെ അറിയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെയല്ല, അത് നേരത്തെ പറഞ്ഞുറപ്പിക്കേണ്ട ഒരു വിലപ്പെട്ട മൂല്യമാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. തന്നെയുമല്ല, എന്ന ഒരു പ്രയോഗമുണ്ട് ഖുർആനിൽ. നല്ല തൃപ്തിയോടുകൂടി കൊടുക്കണം, വിലപേശിയിട്ട് കുറയ്ക്കല്ല വേണ്ടത്. 8 വർഷമാണ് എനിക്ക് വേണ്ടത്, ഇനി നീ 10ആക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഷ്ടപ്പെട്ട് കൂടുതൽ കൊടുക്കാം എന്നതാണ് മഹറിന്റെ വിഷയത്തിൽ. മൂസാ നബി അലൈഹിസ്സലാം ചെയ്തതും അതാണ്.
പെൺകുട്ടികളെ ഏത് പെൺകുട്ടിയെ വേണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും മഹർ എത്ര ആകണം, 8 10 അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും മൂസ അലൈഹിസ്സലാമിന് തന്നെ ശുഐബ് വിട്ടുകൊടുക്കുകയാണ്. മൂസ കൊടുത്തത് ആ മഹറിന്റെ ഏറ്റവും നല്ല ഭാഗം തന്നെയാണ്. 10 വർഷം തികച്ചു എന്നാണ് ചരിത്രം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായത് പറയുന്നുണ്ട്. ഒരു സഹാബിയോട് ജൂതൻ ചോദിച്ചിരുന്നു, മൂസ എത്ര കൊല്ലാണ് ആടിനെ മേച്ചത്, എത്രയാ മഹർ കൊടുത്തത്? ആ സഹാബി പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ചോദിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു കൊടുത്തു, 10 കൊല്ലാണ്. എന്താ തെളിവ്? റസൂല് പറഞ്ഞാൽ നല്ലതേ ചെയ്യൂ, അതന്നെ അതിന്റെ തെളിവ്. മൂസ അലൈഹിസ്സലാം റസൂലല്ലേ, റസൂല് പറഞ്ഞതല്ലേ എന്ത് ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, അയ്യുമൽ അജലൈനി ഖാല ദാലിക ബൈനി വ ബൈനി, നിങ്ങളാ പറഞ്ഞതുപോലെ തന്നെ എന്ന് മൂസ അലൈഹിസ്സലാം അംഗീകരിച്ചിട്ട് പറയാണ്, അയ്യുമൽ അജലൈനി ഖളൈ, നിങ്ങൾ ഈ പറഞ്ഞ 2 അവധിയിൽ ഏത് ഞാൻ പൂർത്തിയാക്കിയാലും ഫലാ ഉദ്വാന അലയ്യ, എന്നോട് വിരോധമുണ്ടാകരുത്. ഞാനൊരു പക്ഷേ 8 ആക്കും, അല്ലെങ്കിൽ 10 ആക്കും, ഏത് പൂർത്തിയാക്കിയാലും ഒരു വിരോധം ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മൂസ അലൈഹിസ്സലാം ഏറ്റെടുത്ത സ്ഥിതിക്ക് 10 കൊല്ലം തന്നെ പൂർത്തിയാക്കി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏതായാലും വല്ലാഹു അലാ മാ നഖൂലു വകീൽ, നമ്മൾ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ആ കല്യാണം ഉറപ്പിക്കുകയാണ്. ഇതാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവ്. ദഅവ പ്രവർത്തന രംഗത്ത് മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പാകപ്പെടുത്തിയെടുക്കാൻ പോവുകയാണ്. ഒരു കുടുംബ ജീവിതം അദ്ദേഹത്തിന് അല്ലാഹു നൽകുകയാണ്. ഈ രൂപത്തിൽ അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ അവൻ കാര്യം നടത്തുകയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് കൃത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പിയാക്കളെയൊക്കെ അള്ളാഹു ഈ രൂപത്തിൽ പാലായനം ചെയ്യിപ്പിക്കുന്നതിൽ ദുനിയാവുമായുള്ള ഒരു ബന്ധം അതിങ്ങനെ അടർത്തിയെടുത്തിട്ട് മനുഷ്യന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം എന്താണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഭൂമി മനുഷ്യന്റെ വാസസ്ഥലമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിക്കൂടി ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള പ്രവർത്തനവും നടത്തി എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ഇതാണ് എന്ന രൂപത്തിൽ അങ്ങ് ജീവിതം തീർക്കേണ്ടവരല്ല, പ്രത്യേകിച്ച് പ്രവാചകന്മാർ എന്നൊക്കെ അല്ലാഹു തആല അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മൂസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര മാത്രമല്ല യാത്ര, മറിച്ച് യാത്രകൾ തന്നെയാണ് ജീവിതത്തിൽ. മൂസാ അലൈഹിസ്സലാമിനെ ഓർമ്മിക്കാത്ത മിമ്പറുകളില്ല. കാരണം ആശൂറ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. മൂസാ അലൈഹിസ്സലാമിനെ ഈ ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്ന് അല്ലാഹു തആല പൂർണ്ണമായി രക്ഷപ്പെടുത്തിയ ഫറോവയെയും കൂട്ടരെയും ചെങ്കടലിൽ അല്ലാഹു മുക്കിക്കൊന്ന വലിയ സംഭവം അത് ആശൂറയിനോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ
ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ഇന്ന് നിങ്ങൾക്കൊരു നോമ്പ്? അവർ പറഞ്ഞു, മൂസാ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസമാണെന്ന്. റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ മൂസയെ കൊണ്ട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവർ ഞാനാണ്, എനിക്കാണ് അതിനുള്ള യോഗ്യതയും അർഹതയും കൂടുതൽ. മൂസാ അലൈഹിസ്സലാം പ്രചരിപ്പിച്ച ആദർശത്തിന് വെള്ളം ചേർക്കാതെ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചത് എന്നെയാണ് എന്ന മട്ടിൽ റസൂലുള്ളാഹി അന്ന് നോമ്പെടുക്കുകയും ആളുകളോട് നോമ്പെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതൊരു ആശൂറാ ദിവസമായിരുന്നു. അങ്ങനെ സഹാബാക്കൾ പിന്നീട് റസൂലുള്ളാഹിയോട് സംശയം ചോദിച്ചു, ജൂതന്മാരിൽ എടുക്കുന്ന ദിവസം തന്നെ നമ്മളും എങ്ങനെയാണ് റസൂലെ നോമ്പെടുക്കുക എന്ന്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിയ, ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9-ന്റെ അന്നുകൂടി നോമ്പെടുക്കും എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരിക്കൽ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഖാലിഫുൽ യഹൂദ സൂമു യൗമൻ ഖബലഹു ഔ യൗമൻ ബഅദഹു, നിങ്ങൾ ജൂതന്മാർക്ക് വിപരീതമായി പ്രവർത്തിക്കണം. നിങ്ങൾ ഒന്നുകിൽ ആശൂറാഇന്റെ മുമ്പൊരു ദിവസം, അതല്ലെങ്കിൽ ആശൂറാഇന്റെ ശേഷം ഒരു ദിവസം നോമ്പെടുക്കണം. ഇത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ സ്വന്തം അഭിപ്രായമാണെന്നും അതല്ല അദ്ദേഹം റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞ വാക്കാണെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട രേഖ തന്നെയാണിത്. അപ്പൊ ആശൂറാ ദിവസത്തിലെ പരിപൂർണമായ നോമ്പ് 9-ന്, 10-ന്, 11-ന് എല്ലാം എടുക്കാവുന്നതാണ്. വെറും 10-ന് മാത്രം എടുക്കുകയാണെങ്കിൽ പോലും അത് അനുവദനീയമാണ്, ജായിസാണ്. മറ്റത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യാശയും കൽപ്പനയുമാണെങ്കിൽ ആശൂറാഇന്റെ നോമ്പെടുക്കൽ റസൂലുള്ളാഹിയുടെ പ്രവർത്തനവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ആശൂറാ ദിവസത്തിന്റെ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നത്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബലഹു, മുമ്പുള്ള ഒരു വർഷത്തെ പാപം അത് കാരണമായി പൊറുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അള്ളാഹു പുറത്തു തരുമാ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇത്രയും പ്രധാനപ്പെട്ട നോമ്പാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവെ, പാപപ്പിഴവുകൾ സംഭവിച്ചു പോയതെല്ലാം പുറത്തു തരണേ റഹ്മാനെ. നിന്റെ മഹത്തായ ഫള് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഇഹത്തിലും പരത്തിലും ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ പ്രായമായവരുണ്ട്, രോഗികളുണ്ട്, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുണ്ട്. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഏതുവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. മുസ്ലിമായി ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി മരണപ്പെടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. പലരും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിലാണ്. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ റഹ്മാനെ. നിന്റെ പ്രത്യേക അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.